ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കുഞ്ഞു വിശേഷം കണ്ടാലോ. അപ്പോൾ ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്, ഏട്ടനിന്ന് നൈറ്റ് ഓഫാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് കുഞ്ഞിപ്പെണ്ണ് ഞാനും കൂടി ഒരു റൈഡിന് പോയി. അതായത് കുഞ്ഞിപ്പെണ്ണിൻ്റെ സൈക്കിളെടുത്ത് ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വന്നു, കുഞ്ഞിനൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ തമ്മിൽ ഇങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കൊഞ്ചി കുഴഞ്ഞിട്ടുള്ള സമയമാണ്. ആ സമയത്തെ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് അടങ്ങിയിരിക്കും കേട്ടോ. കുറച്ച് നേരം കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെയൊക്കെ പാമ്പർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് നേരം ഞാനും കുഞ്ഞിപ്പെണ്ണും സോഫയിൽ ഇരുന്ന് കളിച്ചതിന് ശേഷം ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടി അതൊക്കെ ഉണ്ടായിരുന്നു. ചെടിയൊക്കെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അതേപോലെ കുഞ്ഞിപ്പെണ്ണും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണും ഒരു ചൂലെടുത്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയിലും കാണാറുണ്ടല്ലോ, ഞാൻ എന്തോ ചെയ്യുന്നു അത് തന്നെ എൻ്റെ മോക്കും ചെയ്യണം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണും ഇതേ ചൂലെല്ലാം എടുത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലൊന്നും ഇടങ്കോലിട്ടിട്ടില്ല. ഇടങ്കോലിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിപ്പെണ്ണ് ഇളകി മറിഞ്ഞ് എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് സമാധാനം മാത്രം മതി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് മാറിയിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് നേരം കളിച്ചു. ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടതിന് ശേഷം നമ്മളിന്നൊരു പരിപാടിക്ക് വേണ്ടി പോവാണ്. അതായത് അക്കാഫിൻ്റെ എല്ലാ വർഷവും മലയാളി മങ്ക പുരുഷ കേസരി കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ വട്ടം നമ്മൾ രണ്ടാളും പങ്കെടുക്കുന്നില്ല. ഈ കുഞ്ഞിപ്പെണ്ണ ഒരു വെറൈറ്റിക്ക് വേണ്ടി പങ്കെടുപ്പിക്കാമെന്ന് വിചാരിച്ചു. അറിയില്ല കുഞ്ഞിപ്പെണ്ണ് നടക്കോ ഇല്ലയെന്നൊന്നും. എന്നാലും വെറുതെ ഒരു ഇതാണ് നമുക്ക് ഒരു അവസരം നമ്മൾ പാഴാക്കരുതല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. അവർ മുന്നോട്ട് നടക്കാൻ പറയുമ്പോൾ മോള് ബാക്കിലോട്ടൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും എനിവേസ് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോയതാണ്. പിന്നെ കുഞ്ഞിപ്പെണ്ണായിരുന്നു അതിൽ ഏറ്റവും ചെറുത്. ബിലോ 5 ആണ് ഈ ഒരു പരിപാടി. മോളാണ് ഏറ്റവും ചെറുത് ഇതിൽ. എന്തായാലും കുഴപ്പമില്ല, നല്ല എൻജോയ് ചെയ്തു കണ്ടിട്ട് കുറേ. അതിന് ശേഷം നമ്മൾ സാറാ സെൻറ്ററിൽ പോയി. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അടുത്ത മാസം നാട്ടിൽ പോവാണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മളെ ക്രോസ്ബോ ബ്രാൻഡിൽ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓഫറായിരുന്നു. പക്ഷേ കുറേ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ള ഓഫർ എന്ന് കാണുമ്പോൾ തന്നെ അറിയാലോ, ആൾക്കാർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 1-2 സാധനങ്ങളൊക്കെ കിട്ടി അവിടുന്ന്. അതൊക്കെ വാങ്ങി. കുഞ്ഞിപ്പെണ്ണിന് ഷൂ വാങ്ങണം എന്ന് വിചാരിച്ചാൽ ഇവൾ ഈ ഷൂ കണ്ടിട്ട് ഇറങ്ങുന്നില്ല അവിടുന്ന്. അത് വേണം, പിങ്ക് എന്ത് കണ്ടാലും കുഞ്ഞിപ്പെണ്ണ് വേണം. അങ്ങനെ അതും കൂടി വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു.